ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ കുറേ നാളായി പോഹ ഉണ്ടാക്കിയിട്ട് അവലിൻ്റെ ഉപ്പുമാവ് അറിയാൻ വയ്യാത്ത ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ ഇവർക്കൊന്നും അത്ര താല്പര്യമില്ലാത്തത്, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. കാരണം ഇടയ്ക്ക് കപ്പലണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് കൊണ്ടാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവർക്ക് കൊച്ചന്മാർക്ക് ഇഷ്ടമല്ലാത്തത് കപ്പലണ്ടിയൊക്കെ ഇടുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി ആദ്യം വറുത്ത് കോരിയിട്ടേ എല്ലാവർക്കും വേണ്ടി കുറച്ചിടും. പിന്നെ ബാക്കി എനിക്കിഷ്ടമാണ്, ഹസ്ബൻഡിന് ഇഷ്ടമാണ്, അപ്പച്ചന് ഇഷ്ടമാണ്. അങ്ങനെ അതിൽ ബാക്കി എടുത്തങ്ങിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പോൾമോന് രാവിലെ ഞാൻ ടിഫിന് വേറെ ഉണ്ടാക്കി കൊടുത്ത് എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഇതൊന്നും അവനക്ക് അല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കാറില്ലല്ലേ. പിന്നെ കൊച്ചനും ഇവിടെ ഉണ്ട്. കൊച്ചനന്ന് രാവിലെ ഒന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ വിശപ്പ് കെട്ട് ഗതി കെട്ടുടനെ രാവിലെ ഫാസ്റ്റിങ്ങാന്ന് പറഞ്ഞൊക്കെ ഇരുന്നു ഇത് കണ്ടോണ്ടേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് അവന് ഇഡലിക്കകത്തൊക്കെ നമ്മൾ ടൊമാറ്റോ സോസ് ഇടുവാണെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷേ ഇതിൽ ടൊമാറ്റോ സോസ് ഇട്ട് കഴിച്ചു. പിന്നെ സെസ്വൺ ചട്നി ഉണ്ടല്ലേ, അത് ഇഷ്ടമാക്ക്. അത് കൂട്ടി ചപ്പാത്തിയൊക്കെ ആൾ കഴിക്കും. അപ്പോൾ ഞാൻ അവൽ കുറച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഉണ്ടല്ലേ, അതെല്ലാം ഞാൻ ഇവർക്ക് ഓരോരുത്തർക്കും ഞാനാണെങ്കിൽ കൊടുക്കുന്ന ഉടനെ ആ പാത്രത്തിൽ പച്ചമുളക് വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ പാത്രത്തിൽ ഇട്ടിട്ട് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി എരിവുള്ളതല്ല, ചെറിയ എരിവേ ഉള്ളൂ. ആ പച്ചമുളക് കൂടെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ഇതാണ്. പിന്നെ ആ കപ്പലിൻ്റെയും കൂടെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. രാവിലെ ആൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞോണ്ടേ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വിശപ്പ് കയറിയോണ്ടേ തിന്നിട്ട് എന്നോട് പറഞ്ഞ്, ഇന്നത്തെ ഒരു ഇച്ചിരി നല്ലതാണ്. ഉള്ളയാണോ സത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നിച്ചിരി നാരങ്ങ നീര് ഇത്തിരി ഒന്ന് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഇച്ചിരി പുളിയൊക്കെ ഇച്ചിരി നല്ലതായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇതിൽ വിതറി ഇപ്പോൾ ഒരു വലിയ നാരങ്ങ അത് ഞാനങ്ങ് നാരമുറിയായിട്ട് വെച്ചിരുന്നാൽ പിന്നെ ഒന്നിനും എടുക്കത്തില്ല, അതങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൂടെ അങ്ങ് പിഴിഞ്ഞൊഴിച്ച്. അപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ പ്രൈസമോന് സ്കോളർഷിപ്പിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഉള്ള സ്കൂളിലെ എല്ലാം ഞങ്ങളുടെ ലക്കായിരുന്നു. ഞങ്ങളുടെ അടുത്തായിരുന്നു ഇവരുടെ സെൻറ്റർ. ഉള്ളിടത്ത് എല്ലാ സ്കൂളിലും പിള്ളേർക്ക് ഇവിടെ ആയിരുന്നു. നമുക്ക് അടുത്തതായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. 11 തൊട്ട് 2 വരെയും പിന്നെ 11 തൊട്ട് 1 വരെയും പിന്നെ 2 തൊട്ട് 3 വരെയായിരുന്നു. അങ്ങനെ ഹിന്ദി, മറാഠി, മാത്സ് ഇത്രയായിരുന്നു. ഹിന്ദി അല്ല, ഇംഗ്ലീഷ്. അപ്പം ഇവർ ആൻസർ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആൻസർ ഒറിജിനൽ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പം പപ്പ പറഞ്ഞിടാ എഴുതിയതൊക്കെ നോക്കട്ടെ, ഒന്ന് ശരിയാണെന്ന് നോക്കട്ടെ. അവൻ പറയാം, പപ്പ എന്തിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നേ പപ്പ. റീച്ച പറഞ്ഞാൽ എന്നാ ഓക്കെ, റിസൾട്ട് വരുമ്പം അറിഞ്ഞാൽ മതി. എന്നിട്ട് പപ്പ പറഞ്ഞു, എടാ എന്നാലും ഇങ്ങോട്ട് താ ഞാനൊന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞു വേണ്ടതില്ലേ പറഞ്ഞ പപ്പ. അപ്പം ഞാൻ ബാൽക്കണിയിൽ പാത്രങ്ങൾ കഴുകി വെച്ചേ. അപ്പം ഞാനതവിടെ വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞ് അടുക്കളയിലോട്ട് കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഈ സ്റ്റൈൽ ഞാൻ അവിടെ ഇരുന്ന് പച്ചക്കറി അരിയുക. അപ്പോൾ അവൻ്റെ ഈ വിരക്കം കണ്ടോണ്ട് ഞാൻ പോയി വീഡിയോ എടുത്തതാണ്. ആളിൻ്റെ പുറകെ ഞാനുണ്ട്. അവിടെ വെച്ചാൽ മതി, പൊട്ടിക്കണ്ട. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയ മത്തി ഉണ്ടല്ലേ, അതിന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. ഇന്ന് എനിക്ക് കുശാലാണ്. കുറച്ച് തേങ്ങ, ഒരു തേങ്ങയുണ്ട്, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പച്ചമുളക് ഞാൻ 3-4 കീറി ഇട്ടിട്ടുണ്ട്, 4 അരയ്ക്കുകയും ചെയ്തിട്ടെ. അതുപോലെ വെളുത്തുള്ളി ഞാൻ കാണിക്കാൻ കീറി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, ഉലുവാപ്പൊടി ഇട്ടായിരുന്നോ? ഇല്ല. ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത്.
പുളിവെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഇതിൽ ഞാൻ ഒരു 3-4 വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തി അരിഞ്ഞത്, ഇഞ്ചി ഇത്ര ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക്, ഒരു വലിയ സവാള. അപ്പം ഞാനിത് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ പോള് നേരത്തെ വന്ന് അവരുടെ സ്കൂളിൽ മറ്റുള്ള പിള്ളേരുടെ പ്രോഗ്രാം നടക്കുക. അപ്പോൾ അവനിങ്ങ് ഉച്ചയ്ക്കുമ്പോഴത്തേക്കും വന്നുണ്ടേ ഇവിടെ ഈ ജ്യൂസ് ഇരിക്കുന്ന കണ്ട പ്രൈസൻ ഇങ്ങനെ പുറകേ നടക്കും. ജ്യൂസിത എനിക്ക് ദാഹിക്കുന്നു. അവന് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം അന്നേരം ഉണ്ടാവും. അപ്പം ഞാൻ അവർക്ക് രണ്ടിനും അപ്പച്ചനൂടെ ഇത് ലിച്ചിയുടെ അതെടുത്ത് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാണ്, നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ അതിൻ്റെ കറിവേപ്പില മഞ്ഞൾ ഇച്ചിരി കുറവാണ്. എൻ്റെ പഴയ ആൾക്കാർക്കറിയാമല്ലോ, മീൻ തോരൻ, അവിയൽ, മീൻ കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു കൂട്ടാൻ മാത്രമേ എടുക്കത്തുള്ളൂ. ഇതിപ്പോൾ ഈ മീൻ തോരൻ കൂട്ടി മാത്രമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത്. വേറെ മോരുകറിയോ അതൊക്കെ ഉണ്ടെങ്കിലൊന്നും, വേറെ തോരൻ ഉണ്ടെങ്കിലൊന്നും എനിക്ക് അത് വേണ്ട, ഇത് മതി. ഇവിടെ ഈ റീച്ചാൻ പിന്നെ ഇതൊന്നും തൊടത്തേ ഇല്ല. പിന്നെ ഈ കൊച്ച് വേണമെന്ന് അവന് ഇഷ്ടമായി. ഇത് ആ മണം കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവന്, ആ വെളുത്തുള്ളിയുടെയൊക്കെ അരപ്പ്. അപ്പോൾ അവനെയൊക്കെ ചൊല്ലിയാണ് ഞാൻ ഈ ഇച്ചിരി സവാളയും ഇതൊക്കെ ചേർക്കുന്നത്. അന്നേരം ഇത്തിരി പീരെങ്കിലും കിട്ടുമല്ലേ. അവന് മുള്ളു പേടിയാണ്. പക്ഷേ ഇന്നും ആ മീൻ മാറ്റി വെച്ച് എനിക്ക് വേണ്ട, മുള്ളു പേടിയാണ്. അപ്പോൾ നമുക്കൊരു വിഷമമാണ്, അവർക്ക് ഇഷ്ടമാണ് എന്നിട്ടും അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിത്. വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇളക്കി എത്ര കൊടുത്താലും അവൻ എവിടുന്നേലും ഒരു മുള്ളു തപ്പിയെടുക്കും. പക്ഷേ പോൾ ഇത്രയും ഇങ്ങനെ ഇല്ലായിരുന്നു, അങ്ങനെ ഇവൻ്റെ കൂട്ടിങ്ങനെ ഉഴപ്പിയെടുക്കത്തില്ലായിരുന്നു മുള്ളു. എനിക്കതുകൊണ്ട് വിഷമം, കാരണം അവന് ഇഷ്ടമാണ് അത് കഴിക്കാൻ. പക്ഷേ ഈ മുള്ളു പേടിച്ച് അവൻ പറയും ഇങ്ങനെയുള്ള മീനി തോരൻ വെക്കണ്ട, നമ്മുടെ കേരയുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറയും. എനിക്കൊന്നും ചേരാത്ത നല്ല ഫ്രഷ് പുതിനയില കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് ബോംബെയിൽ എവിടെ ഫ്രഷ് കെമിക്കലൊന്നും ചേരാത്ത പുതിനയില എവിടെ കിട്ടും? അതായത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു സിസ്റ്ററുടെ വീട്ടിലേ തന്നു വിട്ടതാണ്. നല്ല മണം, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല ഫ്രഷ്. അപ്പം ഞാൻ ചിന്തിച്ച് ഓർമ്മ എനിക്കൊന്ന് ഇതിൽ നിന്ന് നടാനില്ലെന്ന് തോന്നുന്നു, കടയിൽ നിന്ന് വാങ്ങി. ഇതിപ്പം മണ്ടേന്നുള്ളത് നുള്ളി എടുത്തതാണ്, കട്ട് ചെയ്ത് ഒരെണ്ണമൊന്ന് നട്ടാ നല്ല. പുതിനയില ഇട്ട് വെള്ളം കുടിക്കുന്ന, നമ്മൾ ഈ കോവിഡ് സമയത്ത് ഇതൊക്കെ ആയിരുന്നിട്ട് വെള്ളം കുടിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഉടനെ 2 തണ്ടെടുത്ത് ഇത്തിരി വെള്ളം അനത്തി കുടിക്കാനായിട്ട് വെച്ച്. കാരണം കോവിഡ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഇട്ടായിരുന്നു വെള്ളം കുടിക്കുന്നത്. ഞാനങ്ങനെ പുതിനയില ഒത്തിരി ചട്നിയോ അങ്ങനെ ഇവിടങ്ങളിലുള്ളവരും എല്ലാം ഇതിന് നല്ല വിലയുമാണ്. കടക്കാരങ്ങനെ വെറുതെ തരത്തുമില്ല ഇത്. ഇവിടങ്ങളിലുള്ളവരെല്ലാം ചട്നിയൊക്കെ ഉണ്ടാക്കാം, ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ നേരം ഇങ്ങനെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് ചട്നി ഉണ്ടാക്കി വെക്കും, ഗ്രീൻ ചട്നി. ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നില്ലെന്നേ ഉള്ളൂ, മിക്ക ആൾക്കാരും അത് ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇത് കണ്ടിട്ട് തന്നെ കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ഇത്രയും ഫ്രഷ് കിട്ടത്തില്ല, വാടി കരിഞ്ഞതേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. എനിക്ക് ഈ സ്പൂണും കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ ഈ ഫോർക്കും കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പം മീൻ അങ്ങനെ പൊടിഞ്ഞ് പോകാതിരിക്കുന്നതായിട്ട് എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്പൂണും കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ ഞാൻ ഈ ഫോർക്കും കൊണ്ടാണ് ഇളക്കുന്നത്. പിന്നെ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു ഞാൻ. എന്നിട്ടത് അടപ്പത്ത് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് അതൊന്ന് മീൻസ് അറിയാമല്ലേ മോരുകറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് ഞാനിപ്പം കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം മോരുകറിയും റെഡിയായി. അപ്പം നമ്മുടെ മീൻ തോരനും റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവേ. എന്നാണ്ടേ നല്ല അടിപൊളി മീൻ തോരൻ.
ആ കൊച്ചുള്ളി അരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇന്നാണ് ഞാൻ അവിയലിനും കൊച്ചുള്ളി അരച്ചുണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാ ചേർക്കേണ്ടുന്ന ചേരുവകൾ ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു രുചി കിട്ടും. അപ്പോൾ ഉച്ചക്കത്തെയൊക്കെ റെഡിയായി. അപ്പം ഇന്നാളി ഞാൻ റീച്ചാനത്ത് പറഞ്ഞില്ലേ പിന്നെ ബീൻസിന് 1/2 കിലോ 20 രൂപയായിരുന്നു. നല്ല ബീൻസായിരുന്നു. എന്നാൽ പിന്നെ 1 കിലോ ഇങ്ങ് വാങ്ങിച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഇച്ചിരി ക്യാരറ്റൊക്കെ വേണമായിരുന്നു. വേറെ പച്ചക്കറികളൊന്നും വേണ്ടായിരുന്നു, ഇച്ചിരി ക്യാരറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് വന്ന വഴിക്ക് അതുവഴി ക്യാരറ്റ് വാങ്ങിക്കാൻ പോകണ്ടേ വാങ്ങിച്ചുകൊണ്ട് വന്നത് 1 കിലോ ബീൻസ്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അതിപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടേ ഇപ്പം ഇച്ചിരി സമയമുണ്ട് എനിക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ അതിങ്ങനെ മൊത്തം അരിഞ്ഞ് വെച്ചാൽ പിന്നെ നമുക്ക് സമയം പോലെ എടുത്ത് തോരൻ വെച്ചാൽ മതിയല്ലേ. അതാണ് റേച്ചാൻ നമ്മൾ ഈ നോക്കിയും കണ്ടും ഇപ്പോൾ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ റേച്ചാൻ അങ്ങനെ നോക്കിയും കണ്ടും വാങ്ങിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത്ര ക്യാൻസറിനാണ് നമ്മുടെ റേച്ചാൻ. പിന്നെ വൈകിട്ട് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇന്നെടുത്ത് വറുത്തിട്ടുണ്ട്. അന്ന് ഞാൻ വെട്ടി വെച്ചായിരുന്നു, അത് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് എടുത്തങ്ങ് വറുത്താൽ മതിയായിരുന്നു. പിന്നെ സാമ്പാർ ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതും എടുത്തൊന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ മോരുകറി വേണേൽ മോരുകറിയുണ്ട്. എനിക്ക് മോരുകറിയേക്കാൾ ഇഷ്ടം സാമ്പാറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.